നോക്കാം വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിറ്റു. 11 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്കാണ് കരമന സ്വദേശികളായ ദമ്പതികൾ വാങ്ങിയത്. വീണ്ടെടുത്ത കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാക്കി. കുഞ്ഞിന്റെ അമ്മയുമായി ഒരുമിച്ച് വീട്ടുജോലിക്ക് നിന്നപ്പോഴുള്ള പരിചയമാണെന്ന് വാങ്ങിയ സ്ത്രീ പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 7-ാം തീയതി ജനിച്ച കുഞ്ഞിനെ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് കരമന സ്വദേശികളായ ദമ്പതികൾക്ക് വിറ്റത്. മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമായിരുന്നു കൈമാറ്റം. നേരത്തെ തന്നെ വില പറഞ്ഞുറപ്പിച്ചതിനു ശേഷം അഡ്വാൻസ് തുക കുഞ്ഞിന്റെ അമ്മയ്ക്ക് നൽകി. 52,000 രൂപയാണ് അഡ്വാൻസായി നൽകിയത്. കുഞ്ഞിനെ കൈമാറിയ ശേഷം 2,48,000 രൂപയും നൽകി. വർഷങ്ങളായി മക്കളില്ലാത്തതിനാലാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നും കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുമായി 2 വർഷത്തെ സൗഹൃദമുണ്ടെന്നും കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പറഞ്ഞു. എനിക്ക് 2 വർഷം കൊണ്ട് അവളെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് 10-25 വർഷം കൊണ്ട് മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നതാണ്. ചൈൽഡ് ലൈൻ പ്രവർത്തകനാണ് കുഞ്ഞിനെ വിറ്റ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് CWC മുഖേന കുഞ്ഞിനെ തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുഞ്ഞിനെ വാങ്ങിയവർക്കും വിറ്റവർക്കുമെതിരെ കേസെടുക്കും. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ പ്രതികരിച്ചു. കുട്ടിയെ ആദ്യം അവർ പ്രസവിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പ്രസവിച്ചതല്ല എന്നപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ നമ്മള് കുട്ടിയെ എടുത്തു. പിന്നെ ഞങ്ങളുടെ പ്രൊസീജിയർ കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇല്ലീഗലി അഡോപ്ഷൻ ആണെന്നും നന്നായി മനസ്സിലായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന കുട്ടിയെ ഏറ്റവും സുരക്ഷിതമായി ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതപ്പോൾ തന്നെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആളിനെ വിളിച്ചു വന്നു, കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടി അവിടെ നമ്മളുടെ സംരക്ഷണയില് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അഡോപ്ഷൻസ് നടക്കാൻ പാടില്ല. പൊതുജനം അപ്പോ തീർച്ചയായിട്ടും അറിയുക തന്നെ വേണം. ഇത് ഇല്ലീഗൽ അഡോപ്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും മറ്റുള്ളവര് അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം. JJ ആക്ട് പ്രകാരമുള്ള വകുപ്പും ബാക്കി എന്താണ് ഇതിനകത്ത് ഇപ്പൊ ഇല്ലീഗൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷയും എത്ര രൂപയാണോ കോടതി വിധിക്കുന്നത് അത് കോടതിയുടെ നിഗമനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവർക്ക് ഇത്ര വർഷം ഏറ്റവും കുറഞ്ഞത് 3 വർഷം വരെ ഉള്ള ശിക്ഷ തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിലാണ് JJ ആക്ടിന് പ്രകാരം പറഞ്ഞിട്ടുള്ള ശിക്ഷണ നടപടികൾ. വാങ്ങിയവർക്കാണെങ്കിലും അത് തന്നെയാണ്. വിറ്റവർക്ക് അതിനെക്കാട്ടിലും വാങ്ങിയവർക്ക് ഈ സെയിം ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ന്യൂസ് 18 വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പ്രതികരിച്ചു. തക്കതായ നടപടി സ്വീകരിക്കുമെന്നും സതീദേവി പറഞ്ഞു. പെറ്റ കുഞ്ഞിനോടുള്ള ആ മാതൃത്വത്തിന്റെ മഹനീയമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യബന്ധങ്ങൾ പോലും ഇങ്ങനെ ഈ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്നത്. ഇത് തക്കതായിട്ടുള്ള നടപടി ഈ കുഞ്ഞിനെ വിറ്റ സ്ത്രീക്കും പ്രസവിച്ച ആ സ്ത്രീക്കും അതുപോലെ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആ സ്ത്രീക്കെതിരായിട്ടും തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം. ഇത് ഏത് രീതിയിലാണ് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നല്ല ജാഗ്രതയോടുകൂടി പരിശോധിച്ച് മതിയായിട്ടുള്ള രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ്. കുട്ടിയെ സംരക്ഷിക്കുക എന്ന ചുമതലയാണ് ശിശുക്ഷേമ സമിതിക്കുള്ളതെന്നും അത് കൃത്യമായി നിർവഹിക്കുന്നുവെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് 18 പറഞ്ഞു. നിയമപരമായി അധികാരമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് CWC ആണ്. CWCയും പോലീസുമാണ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കേണ്ടത്. CWC ഉത്തരവ് പ്രകാരം ശിശുക്ഷേമ സമിതി കൈമാറിയിട്ടുണ്ട്. അത് കുട്ടിയുടെ പരിചരണവും ശ്രദ്ധയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരിചരണവും ശ്രദ്ധയും ശിശുക്ഷേമ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന് CBI നോട്ടീസ്. ജമ്മുകാശ്മീരിലെ റിലയൻസ് ഇൻഷുറൻസ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസിലാണ് മാലിക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഈ മാസം 28-ന് ഹാജരാകാനാണ് നോട്ടീസ്. രാജ്യത്തെ ഞെട്ടിച്ച പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചകൾ ഉണ്ടായെന്ന് സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിരുന്നു. ജവാന്മാരെ കൊണ്ടുപോകാൻ വിമാനം നൽകാത്തതും സ്ഫോടക വസ്തു നിറച്ച കാർ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്താത്തതും വീഴ്ചയാണെന്നായിരുന്നു മലിക്കിന്റെ വാദം. തന്നോട് ഇക്കാര്യം മിണ്ടരുത് എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വെളിപ്പെടുത്തൽ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുകയും കേന്ദ്ര സർക്കാരിന്
സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തതിനിടെയാണ് മാലിക്കിനെതിരെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഐസ്ക്രീം കഴിച്ച് 12കാരൻ മരിച്ച സംഭവത്തിൽ പിതൃ സഹോദരി താഹിറ അറസ്റ്റിൽ. അരിക്കുളത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായിയാണ് മരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് അരിക്കുളത്ത് ഛർദിയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതൃ സഹോദരി താഹിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരിക്കുളത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്തത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ താഹിറ സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു താഹിറ ഐസ്ക്രീമിൽ വിഷം ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവർ വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് മകൻ ഇത് കഴിക്കുകയായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് രണ്ടു കുടുംബവും താമസിക്കുന്നത്. താഹിറ അരിക്കുളത്തെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് വീടിന് സമീപം മുത്താമ്പിയിലെ ക്ലിനിക്കിലും മേപ്പയ്യൂരിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ന്യൂസ് 18 കോഴിക്കോട്. സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക്. കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ അടുത്ത മാസം ആദ്യം മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലേക്ക് പുറപ്പെടും. സഭയെ പാത്രിയാർക്കൽ പദവിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം മാർപ്പാപ്പയ്ക്ക് മുന്നിൽ ഉന്നയിക്കും. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള സഭയിലെ വിവിധ വിഷയങ്ങൾ മാർപ്പാപ്പയെ ബോധിപ്പിക്കും. കർദിനാളിനെ ഭൂമിയിടപാട് കേസിൽ സഭാ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പെർമനന്റ് സിനഡ് ചേരാനും ആലോചനയുണ്ട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത. പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഇളക്കിമറിച്ചു. അവസരം മുതലെടുത്ത് ആർച്ച് ബിഷപ്പിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖപത്രമായ കത്തോലിക്ക സഭയിലെ വിമർശനം. ബിഷപ്പിന്റെ പ്രസ്താവന BJPക്ക് അനുകൂലമെന്ന് വ്യാഖ്യാനിച്ച BJP വിരുദ്ധരും സന്തോഷിച്ച BJP അനുകൂലരും വിവാദം കൊഴുപ്പിച്ചു. ബിഷപ്പ് പറഞ്ഞ വിഷയത്തിലെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയേക്കാൾ രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള വിവാദമാണ് അരങ്ങേറിയത്. ബിഷപ്പിന്റെ പ്രസ്താവന അനങ്ങാപ്പാറ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയായെന്നും മുഖപത്രം വിമർശിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സഭയുമായുള്ള സൗഹൃദ സന്ദർശനവും സ്നേഹയാത്രയും തുടരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മതമേലധ്യക്ഷന്മാരുമായിട്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമങ്ങളുണ്ട്. അല്ല, ആ ലിസ്റ്റും PMOയിൽ നിന്ന് അന്തിമമായിട്ട് ആർക്കൊക്കെ അനുമതി കിട്ടിയെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയുന്നതിന് കുറച്ച് എല്ലാവരോടും സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെല്ലാവരും പ്രധാനമന്ത്രിയെ കാണും എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. കേന്ദ്ര സർക്കാരിനും റബ്ബർ ബോർഡിനുമെതിരെ കത്തോലിക്ക സഭയുടെ കർഷക സംഘടനയായ ഇൻഫാം. കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ കുറ്റപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കുന്നതിൽ റബ്ബർ ബോർഡ് പരാജയമാണെന്നും ഇൻഫാം ആരോപിച്ചു. കർഷകരുടെ ഭാഗത്തു നിന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുവാൻ ഒരു ശ്രമം പോലും കേന്ദ്ര സർക്കാരോ റബ്ബർ ബോർഡോ ഉണ്ടായിട്ടില്ല. റബ്ബർ ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാണിജ്യ മന്ത്രാലയത്തിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്കാർക്ക് വേണ്ടി അല്ല റബ്ബർ ബോർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2009 ശേഷം ഈ ഒപ്പിട്ട ആസിയാൻ കരാറിന് ശേഷം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അന്ന് നടത്തിയ ആ ശ്രമങ്ങളൊന്നും ഇന്ന് കേന്ദ്ര സർക്കാരോ അതുപോലെ തന്നെ കേരളത്തിലുള്ള MP-മാരുടെ ഇടപെടലോ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പോക്സോ കേസിൽ വൈദികൻ അറസ്റ്റിൽ. 16-കാരിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ച കേസിൽ കവളങ്ങാട് മാർ ഗ്രിഗോറിയസ് പള്ളിയിലെ വൈദികൻ സിമയോണാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈന് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ പ്രഖ്യാപിച്ചു. 11 ജില്ലകളിലൂടെ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം 3200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. തിരുവനന്തപുരം, കോഴിക്കോട്, വർക്കല റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഷൊർണൂർ റെയിൽപാതയുടെ വേഗം കൂട്ടൽ നടപടികൾക്കും തുടക്കമിടും. ഡിണ്ടിഗൽ, പളനി, പാലക്കാട് റെയിൽപാത വൈദ്യുതീകരണ പ്രവൃത്തികളും ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. കൊച്ചി വാട്ടർ മെട്രോയും ഉദ്ഘാടനം നിർവഹിക്കും.
പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിക്കെതിരായ വിമർശനം പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായി കെ സുരേന്ദ്രൻ. എല്ലാവരും യുവാക്കളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ക്യാമ്പസുകളിൽ തുടർച്ചയായി സംവാദം സംഘടിപ്പിക്കും. മോദിയുടെ 100 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയുന്നവർ പിണറായിയോട് 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കണം. 4 കേരള സഭകൾ നടന്നിട്ടും എന്ത് പ്രയോജനമുണ്ടായെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പക്ഷേ ഈ ഒരു പരിപാടിയെ ഇത്രമാത്രം വിമർശനാത്മകമായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണം തീർച്ചയായിട്ടും ആ പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററും കെ സുധാകരനും എന്തായാലും കേരളത്തിലെ യുവാക്കളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരും ഒരു പരിപാടി നടത്താൻ തയ്യാറാവുന്നു എന്നുള്ളത് എന്തായാലും സ്വാഗതാർഹമാണ്. ചിലർ ചോദ്യങ്ങളുമായി വന്നിട്ടുണ്ടല്ലോ. 100 ചോദ്യങ്ങൾ മോദിയോട് ചോദിക്കുമെന്ന് ചില ആളുകൾ പറയുന്നു. നല്ലതാണ്. ഒരു 10 ചോദ്യം പിണറായി വിജയനോട് ചോദിക്കാമോ? ലോക കേരള സഭ 4 നടന്നില്ലേ? വിദേശ ചാപ്റ്ററുകൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നാം സമ്മേളനങ്ങൾ നടത്തിയില്ലേ? ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഗുജറാത്തിലും യുപിയിലും നടക്കുന്നതിന് മുമ്പ് ജിമ്മ് നടന്ന സ്റ്റേറ്റാണ് കേരളം. എന്താണ് ആ ജിമ്മിൻ്റെയും ലോക കേരള സഭയുടെയും എല്ലാം ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി? ഇത് പരിശോധിക്കേണ്ടതല്ലേ? വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23-24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. കൊല്ലം തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തും നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തും സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരത്ത് നിന്നുള്ള മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ എന്നിവ കൊച്ചുവേളിയിൽ നിന്നായിരിക്കും സർവീസ് പുറപ്പെടുക. തിരുവനന്തപുരം കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്ത് നിന്നും കൊച്ചുവേളി നാഗർകോവിൽ സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്ത് നിന്നും സർവീസ് ആരംഭിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ ജമ്മുകാശ്മീർ. ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ജെയ്ഷെ മുഹമ്മദ് അനുകൂല സംഘടന PAFF വ്യക്തമാക്കി. എന്നാൽ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്നും PAFF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അക്രമം നടത്തിയവരെ കണ്ടെത്താൻ പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാണ്. 6 പേരെ കസ്റ്റഡിയിലെടുത്ത് സുരക്ഷാസേന ചോദ്യം ചെയ്യുകയാണ്. പൂഞ്ചിലെ വട്ടാദൂരിയൻ നിബിഡ വനമേഖലയിൽ തമ്പടിച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് വാഹനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് ഇന്ധന ടാങ്കിന് നേരെ വെടിവെക്കുകയുമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വനത്തിനുള്ളിലേക്ക് ഭീകരർ മറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഹവിൽദാർ മൻദീപ് സിംഗ്, ലാൻസ് നായിക്മാരായ ദബാശിഷ് ബസ്വാൾ, കുൽവന്ത് സിംഗ്, ശിപായിമാരായ ഹർകിഷൻ സിംഗ്, സേവക് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സൈനികൻ രജൌരിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം പരിശോധന നടത്തി. രജൌരി, പൂഞ്ച് മേഖലയിൽ 7 ലഷ്കർ-എ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നുമാണ് സംശയം. അടുത്ത മാസം G20 ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീനഗറിൽ ടൂറിസം സമ്മേളനം നടക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ന്യൂസ് 18 ജമ്മു കാശ്മീർ. സംഘർഷഭരിതമായ സുഡാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അർദ്ധ സൈനിക വിഭാഗമായ RSF. ഐക്യരാഷ്ട്ര സംഘടനയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ചാണ് വെടിനിർത്തൽ. എന്നാൽ സുഡാൻ സേന വെടിനിർത്തൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും വെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സുഡാനിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സുഡാനിൽ 400 പേർ കൊല്ലപ്പെടുകയും 3500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. സുഡാനിൽ നിന്നുള്ള വിവരങ്ങളുമായി മലയാളി വ്ളോഗർ മാഹിൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ആ റിപ്പോർട്ടിലേക്ക്.
തീർച്ചയായിട്ടും നമുക്കിത് ഒരു 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 രീതിയിലും ഇത് പൂർണ്ണമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ഒരു വെടിനിർത്തൽ. കാരണം ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് തന്നെ ബോംബിങ്ങിന്റെ സൗണ്ടും ഇവിടെ വെടിവെച്ചുകളുടെ സൗണ്ട് എല്ലാം രാവിലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രമാണിച്ച് അവര് നിർത്തുമെന്ന് RSF പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ഫോർമൽ ആർമി ആയിട്ടുള്ള അവര് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് യുദ്ധം മറ്റുള്ള RSFനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പൊ പലയിടങ്ങളിലും എനിക്ക് ഇത്രയും ദിവസം ഇന്ന് 7ാമത്തെ ദിവസമാണ്. 6 ദിവസം വരെ വൈദ്യുതിയോ വെള്ളമോ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ വൈദ്യുതിയും വെള്ളവും കിട്ടി. അപ്പൊ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. പിന്നീട് അടച്ച് കിടന്ന കടകളൊക്കെ ഇന്ന് ഈദ് പ്രമാണിച്ച് പല ഇടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ കടകൾ തുറന്നു. പല ഇടങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ എത്തിച്ച് മറ്റുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആശ്വാസകരമാണ്. പിന്നെ ഈദായതുകൊണ്ട് വെടിനിർത്തൽ കുറച്ച് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇവിടെ വെടിവെച്ചകളും ബോംബിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഇവിടുത്തെ ഇന്ത്യൻ എംബസി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം 2ാമത്തെ ഗ്രൂപ്പിൽ തന്നെ 1500ഓളം പേരെന്തോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റു മലയാളികൾ അറിയാവുന്ന കുറച്ച് ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറച്ച് മലയാളികളുണ്ട്. അപ്പൊ അവരെല്ലാം സുരക്ഷിതമാണ്. പക്ഷെ എന്നാലും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമോ അങ്ങനെ ഒന്നും തന്നെ വലുതായിട്ടൊന്നും ഇല്ല. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം. കനകപുരയിൽ കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ പരാജയപ്പെടുത്തുമെന്ന് മന്ത്രി R അശോക ന്യൂസ് 18നോട്. ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. DK ശിവകുമാറിന്റെയും സഹോദരന്റെയും തന്ത്രങ്ങൾ തനിക്ക് നന്നായി അറിയാം. കർണാടകത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരും. മോദിയും അമിത്ഷായും എത്തുന്നതോടെ BJPക്ക് ജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും R അശോക പറഞ്ഞു. ജഗദീഷ് ഷെട്ടറും സവദിയും പോയതുകൊണ്ട് BJPക്ക് ഒന്നും സംഭവിക്കില്ല. ഷെട്ടറും സവദിയും നേതാക്കളല്ലെന്നും പാർട്ടി പ്രവർത്തകനാണ് നേതാക്കളെന്നും R അശോക ന്യൂസ് 18നോട് പറഞ്ഞു. കർണാടകത്തിൽ തീപ്പാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കനകപുര. PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ എതിരിടുന്നത് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിൽ റവന്യൂ മന്ത്രിയുമായ R അശോകയാണ്. R അശോക ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. സർ, how much confident you are and how many seats BJP is expecting? BJP central leader Modi ji has given a task to me to contest 2 places. One is my Padmanabh Nagar and another one Kanakpura. Kanakpura is sitting MLA and President of Congress Party, Mr. DK Shivkumar. It's a challenge. So I taken the challenge to contest in Kanakpura also. So I done nomination also Kanakpura. So I have a full of hope to the people of Kanakpura will vote for BJP. They want change. They want Modi government in Kanakpura. That's why they will vote for the BJP. I am fully confident. What's your strategy for Kanakpura? Because it's DK's stronghold. Yeah, I know DK Shivkumar. I know more than 20 years. That's why the party has given ticket to me. The first day I went to the nomination, thousands of people gathered there. Last time we got only 6,000 votes. No deposit for BJP. That's why the party taken decision to contest in Kanakpura. I taken a challenge. I will contest. I will win. I know the strategy of DK Shivkumar and DK Suresh. So I will fight against these 2 brothers. How many seats BJP is expecting? In Karnataka, we will get the majority. We are planning 130 to 140. So, I think tomorrow onwards, the central leaders will coming to Karnataka. So, Amit Shah, Modi, and all our leaders, one by one, they will come. Automatically, they have a capacity to rise the BJP seats in Karnataka. Wherever Modi ji went to campaign, there is a win. Wherever Rahul Gandhi went, there is a lose of Congress party. Many leaders, including Jagdish Shettar and Lakshman Sawdi, recently quit BJP and joined Congress. Is this a setback for BJP? The BJP is a cadre party. There is no leader. Jagdish Shettar is not a leader. Lakshman Sawdi is not a leader. So, the leader is party worker. The cadre party is not just like a Congress party or Janata Dal or
any BSP. Not this is the Kedar party. Kedar is the leader here. No leader in BJP. That's why there is no impact on BJP, Mr. Jagdish Shettar or Lakshman Saudhi. Thank you. കർണാടകത്തിൽ ഇത്തവണ BJP അധികാരം നിലനിർത്തും, ഒപ്പം തന്നെ കനകപുര പിടിച്ചെടുക്കും എന്നാണ് ആർ അശോക് ഇപ്പോൾ ന്യൂസ് 8 വ്യക്തമാക്കിയത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 8. കർണാടകത്തിൽ BJPയിലെ ഭിന്നതകളിൽ അനുനയ നീക്കവുമായി പ്രധാനമന്ത്രി. KS ഈശ്വരപ്പ അടക്കം ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. बहुत अच्छा हो गया सर, डेफिनेटली हम जीतेंगे सर, नो प्रॉब्लम सर, डेफिनेटली हम जीतेंगे सर, आपका आशीर्वाद चाहिए सर, सर श्योर श्योर श्योर, धन्यवाद धन्यवाद सर, मेरा जैसे सामान्य कार्यकर्ता को आप കർണാടകത്തിലെ കോലാറിൽ നിന്ന് ER രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പട്ടിക പുറത്തു വന്നതോടെ BJPയിലുണ്ടായ പ്രശ്നങ്ങളിൽ ഇപ്പോഴേതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെടുകയാണ്. KS ഈശ്വരപ്പ മുൻ ഉപമുഖ്യമന്ത്രിയാണ്. KS ഈശ്വരപ്പയുമായാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചത്. കാരണം ശിവമോഗ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു KS ഈശ്വരപ്പ. 5 തവണ MLA ആയിട്ടുണ്ട്, മുതിർന്ന നേതാവാണ്. പക്ഷേ ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്ന് KS ഈശ്വരപ്പയെ പാർട്ടി അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താൻ വിരമിക്കുന്നു എന്ന പ്രഖ്യാപനം KS ഈശ്വരപ്പ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും തന്റെ മകൻ KE കാന്തേഷിന് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ KS ഈശ്വരപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചത്. അതായത് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന തലേ ദിവസമായിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടായത്. അതിൽ ഒന്ന് ശിവമോഗയായിരുന്നു. പക്ഷേ KE കാന്തേഷിനല്ല, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കാനുണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും KS ഈശ്വരപ്പയെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചത്. ഏതായാലും KS ഈശ്വരപ്പ മോദി വിളിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ലിംഗായത്ത് വിഷയമാണ്. അതായത് ലിംഗായത്ത് സമുദായത്തിന്റെ 2 പ്രബല നേതാക്കളാണ് ജഗദീഷ് ഷെട്ടറും ഒപ്പം തന്നെ ലക്ഷ്മൺ സവദിയും. അവർ 2 പേരും വിട്ടുപോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയുടെ വസതിയിൽ ലിംഗായത്ത് MLA യോഗം ചേർന്നു. ഏതാണ്ട് 40-ലധികം MLA ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ യോഗത്തിൽ ഉയർന്ന പൊതുവികാരം മുഖ്യമന്ത്രി സ്ഥാനത്തെ പ്രഖ്യാപിക്കണം, അത് ലിംഗായത്ത് സമുദായത്തിനുള്ള നേതാവാകണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഏതായാലും നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. ഡൽഹിയിലെ സാകേത് കോടതി വളപ്പിൽ വെടിവെപ്പ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അഭിഭാഷകനാണ് വെടിയുതിർത്തതെന്നാണ് വിവരം. ചേംബറിനുള്ളിൽ ഇയാൾ 4 റൗണ്ട് വെടിയുതിർത്തു. അഭിഭാഷകന്റെ വേഷത്തിലാണ് അക്രമി എത്തിയത്. ഒരു സ്ത്രീക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ഇവരെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ വീണ കരടിയുടെ രക്ഷാദൌത്യത്തിൽ ഉദ്യോഗസ്ഥർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട്. ജില്ലാ വനംവകുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിലാണ് പരാമർശം. സമഗ്ര റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം നടപടി തീരുമാനിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി കണ്ട് വനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. വെള്ളത്തിൽ കിടക്കുന്ന വന്യമൃഗത്തെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. എന്നാൽ കിണറ്റിൽ വീണ കരടിയെ പുറത്തെടുത്തതിൽ ഈ നിബന്ധനകൾ പാലിച്ചില്ല എന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ റിപ്പോർട്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തുണ്ടാകണം. എന്നാൽ അതുമുണ്ടായില്ല. വൈൽഡ് ലൈഫ് വാർഡന്റെ നേരിട്ടുള്ള അനുമതി വൈകാൻ സാധ്യതയുള്ളതിനാലാണ് ആശയവിനിമയം നടത്തിയ ശേഷം മയക്കുവെടിവെക്കാൻ തീരുമാനിച്ചതെന്ന് വനം മന്ത്രി അറിയിച്ചു. വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും മന്ത്രി. ഇത് മനഃപൂർവ്വം ഉണ്ടായ ഒരു കൊലപാതകമല്ലല്ലോ. മയക്കത്തിനായതിനാൽ കരടിക്ക് മറ്റൊന്നും സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കരടി മരിക്കാനിടയായതെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം. അതിൽ കൃത്യമായ കൃത്യവിലോപമുണ്ടെങ്കിൽ ആ കൃത്യവിലോപത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് വാർഡന്റെയും സംസ്ഥാന വന്യജീവി ബോർഡിന്റെയും അനുമതി തേടിയ ശേഷമാണ് മയക്കുവെടി വെച്ചതെന്ന് റിപ്പോർട്ടിലും പറയുന്നു. സംഭവത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് മുൻഗണന നൽകിയതെന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ചീഫ് വെറ്ററിനറി ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറും റിപ്പോർട്ട് നൽകി. ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിയാൽ ആളപായം ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ താമസം കൂടാതെ സേവനം നൽകി. ഇത്തരം ദൗത്യങ്ങളിൽ സംഭവിക്കാവുന്ന അപ്രതീക്ഷിതവും
നിർഭാഗ്യകരവുമായ സാഹചര്യമാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരടി ചത്ത സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് പീപ്പിൾ ഫോർ ആനിമൽ തിരുവനന്തപുരം ചാപ്റ്റർ ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആൾ ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആശുപത്രിക്കെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക. വ്യാജ ഡോക്ടർ ചമഞ്ഞ് 5 വർഷം ചികിത്സ നടത്തിയ രതീഷ്, ആശുപത്രി ഉടമസ്ഥൻ ഷാഫി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷമീർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് വഴിക്കടവ് നാരോക്കാവിൽ പ്രവർത്തിച്ചിരുന്ന അൽമാസ് ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയിരുന്ന നോർത്ത് പറവൂർ മാവഞ്ചോട് സ്വദേശി തെന്മലശ്ശേരി രതീഷ് പോലീസ് പിടിയിലായത്. പ്രീ ഡിഗ്രിയും മെഡിക്കൽ ഷോപ്പിൽ മരുന്നെടുത്തു കൊടുത്തുള്ള പരിചയവും മാത്രമുള്ള ഇയാൾ ആളുകളെ ചികിത്സിച്ചത് 5 വർഷത്തോളമാണ്. സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രതീഷ് വ്യാജ ഡോക്ടറാണെന്ന് തെളിഞ്ഞതും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതും. ആശുപത്രി ഉടമസ്ഥനായ ഷാഫി ഐലാശ്ശേരി, മാനേജർ പാണ്ടിക്കാട് സ്വദേശി ഷബീർ എന്നിവരെയും പോലീസ് പിടികൂടി. ഇവർ അറിഞ്ഞുകൊണ്ടാണ് രതീഷിനെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇദ്ദേഹത്തിന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിചയമുണ്ട്. 10-12 വർഷക്കാലം മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ടുണ്ട്. ആള് പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സാണ് പഠിച്ചിരുന്നത്, ഡിഗ്രിക്കും കൊമേഴ്സാണ് പഠിച്ചിരുന്നത്. ഈ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരു ആളാണ് ഈ ജനങ്ങളെ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണവും ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പരാതികൾ ഉയരാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്താതിരുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. അവ്യക്തമായ സീലാണ് രതീഷ് ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ആൾമാറാട്ടം, തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെ വകുപ്പുകളാണ് വഴിക്കടവ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരുവിധ പരിശോധനയും കൂടാതെ ഇത്രയും കാലം ഈ സംഘത്തിന് എങ്ങനെ തട്ടിപ്പ് നടത്താനായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം പുനലൂർ വെട്ടിപ്പുഴ പാലത്തിന് സമീപം വീടിനുള്ളിൽ 2 പേരുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. ഒരു മൃതദേഹം ഇന്ദിര എന്നയാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റൊരു മൃതദേഹം പുരുഷന്റേതാണ്. ഇതാരുടെയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകമെന്നാണ് സൂചന. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വീടിന് മുറ്റത്ത് ചോര വാർന്നു പോയിരിക്കുന്നതും ചോര പുരണ്ട കല്ലും പോലീസ് കണ്ടെത്തി. കൂടുതൽ തെളിവുകൾക്കായി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നടൻ മമ്മൂട്ടിയുടെ മാതാവ് ഫാത്തിമയുടെ ഖബറടക്കം വൈക്കം ചെമ്പ് സുന്നി ജുമാ മസ്ജിദ് പള്ളിയിൽ നടന്നു. വൈകുന്നേരം 4 മണിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. മന്ത്രിമാരായ വി എൻ വാസവൻ, പി പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, MP-മാരായ ജോസ് കെ മാണി, എ റഹീം, തോമസ് ചാഴിക്കാടൻ, നടൻ സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു. ഇനി റമദാൻ വിശേഷങ്ങൾ. വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനവികതയുടെ ഉന്നതമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച് സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുകയുള്ളൂ. ആ വെളിച്ചം ഈ ലോകത്തെ പ്രകാശപൂർണമാക്കട്ടെ. നന്മയും ഒരുമയും പുലരുന്ന ലോകം നമുക്കൊരുമിച്ച് പടുത്തുയർത്താം. ഏവർക്കും ഹൃദയപൂർവ്വം ചെറിയ പെരുന്നാൾ ആശംസകൾ. ചെറിയ പെരുന്നാളിന് മൊഞ്ചത്തിമാരാകാൻ ഓർഗാനിക് മൈലാഞ്ചി. കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്നിലെ സഹോദരിമാരായ മഞ്ഞപ്പാറയ്ക്കൽ സ്വാലിഹയും തസ്ലീനയുമാണ് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് സ്വദേശികളായ മഞ്ഞപ്പാറയ്ക്കൽ ഫൈസലിന്റെ ഭാര്യ സ്വാലിഹയും സഹോദരൻ നൌഫലിന്റെ ഭാര്യ തസ്ലീനയുമാണ് പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത്. 6 മാസം മുമ്പാണ് ഇവർ മൈലാഞ്ചി നിർമ്മാണം ആരംഭിച്ചത്. ആദ്യമൊക്കെ സ്വയം ഉപയോഗിക്കാനായിരുന്നു മൈലാഞ്ചി നിർമ്മാണം. പിന്നീട് ഓർഗാനിക് മൈലാഞ്ചിക്ക് ആവശ്യക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ സെറ എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുകയായിരുന്നു. നഖത്തിലിടാനും കയ്യിലിടാനുമുള്ള 2 ഇനം മൈലാഞ്ചികളാണ് ഇവർ നിർമ്മിക്കുന്നത്. മുക്കം, താമരശ്ശേരി, ഈങ്ങാപ്പുഴ, കൂടരഞ്ഞി എന്നീ അങ്ങാടികളിലെ കടകളിലും
സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തി ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയച്ചും ഹോം ഡെലിവറി നടത്തിയുമാണ് വിൽപ്പന. 100% ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൈലാഞ്ചിക്ക് ആവശ്യക്കാരുമേറെയാണ്. ഞങ്ങളുടെ മൈലാഞ്ചി ജെറ മെഹന്തി അത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ 100% നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഞങ്ങളും കുട്ടികൾക്കും ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് വിപണിയിൽ എത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇടാം. വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വാലിഹയും തസ്ലീനയും ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. ചെറിയ തോതിൽ ആരംഭിച്ച സംരംഭത്തിൽ നിന്നും മോശമില്ലാത്ത വരുമാനം കിട്ടിവരുന്നുണ്ട്. മൈലാഞ്ചി നിർമ്മാണവും വിപണനവും വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണിവർ. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിരുന്ന് മൈലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വിപണിയിൽ ഇറക്കാമെന്നുള്ളൊരു ആശയം രണ്ടാൾക്കും തോന്നി. രണ്ടാളും കൂടെ റിസ്ക് എടുത്ത് അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല. പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഉയരത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. മൈലാഞ്ചി നിർമ്മാണത്തിന് പുറമെ കല്യാണ വീടുകളിലും മറ്റുമെത്തി മൈലാഞ്ചി ഇട്ട് നൽകിയും വരുമാനം കണ്ടെത്തുന്നുണ്ട് സ്വാലിഹയും തസ്ലീനയും. ന്യൂസ് 18 മുക്കം. റമദാനിൽ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കി മലപ്പുറം ചോക്കാട് മമ്പാട്ടുമൂല പാറൽ അയ്യപ്പക്ഷേത്ര ഭാരവാഹികൾ. ജാതി മത വ്യത്യാസമില്ലാതെ 500 പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി ഇഫ്താർ സംഗമം നടത്തിയാണ് ക്ഷേത്ര ഭാരവാഹികൾ മാതൃകയായത്. ക്ഷേത്രത്തിനും പള്ളിക്കും മദ്രസയ്ക്കും ഒറ്റ മതിലാണിവിടെ. ഇവിടുത്തുകാർ ഓണവും പെരുന്നാളും നബിദിനവും ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നതും ഒരുമിച്ച് തന്നെ. ഭാവി തലമുറയ്ക്ക് മാതൃകയാവുക, അകന്നുപോകുന്ന മനസ്സുകളെ അടുപ്പിക്കുക എന്നിവയാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഇഫ്താർ വിരുന്നിലൂടെ ലക്ഷ്യമിട്ടത്. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ വെച്ചിട്ട് അവർക്കും ഈ നോമ്പ് കാലത്ത് ഈ പുണ്യ റംദാൻ മാസത്തിൽ അവർക്കും നല്ലൊരു ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഈ നാട്ടിൽ ഞങ്ങളുടെ ഐക്യം എന്ത് പരിപാടി ഇവിടെ തൊട്ടടുത്ത് പള്ളിയും മദ്രസുമാണ്. അവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയെയും ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ച് അവിടെ ഒരുമിച്ചാണ് ഞങ്ങൾ കൂടാറ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെയുള്ള എല്ലാ മദ്രസിൻ്റെയും പള്ളിയുടെയും ആളുകളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോര്. ഇഫ്താറിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ഷേത്രോത്സവത്തിലും എല്ലാ വിഭാഗക്കാരും ഇവിടെ സജീവമായിരുന്നു. പള്ളിയിലെ ഇമാമും മദ്രസ ജീവനക്കാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. കടുത്ത വരൾച്ചയുടെ കാലത്ത് 300ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസമായ ഒരു കിണർ കോട്ടയത്തുണ്ട്. തെക്കൻകൂർ രാജാക്കന്മാർക്ക് നീരിടാൻ നിർമ്മിച്ച കമല നീരാഴിയാണ് 500 വർഷത്തെ ചരിത്രവുമായി ജലസമൃദ്ധി ഉറപ്പാക്കുന്നത്. കോട്ടയം നഗരസഭയിലെ 40ാം വാർഡിലാണ് ചരിത്രം പേറുന്ന ഈ കിണർ. ഒരു സമയത്തും വറ്റാത്ത ജലസമൃദ്ധി. രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട കമല നീരാഴി എന്നറിയപ്പെടുന്ന ഈ കിണർ ഇന്നും നാട്ടുകാരുടെ ആശ്രയ കേന്ദ്രമാണ്. താമര ഇതളിന്റെ ആകൃതിയിൽ കൊത്തിയെടുത്ത കമല നീരാഴി വാർഡ് തല സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. വെള്ളം വേണ്ട ഓരോ വീട്ടുകാരും 100 രൂപ നൽകണം. വെള്ളക്കരവും മറ്റു മീറ്ററും ഒന്നുമില്ല. 250 വീടുകളോളം വെള്ളം കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്നും വെള്ളം കിട്ടുന്നുണ്ട്. ഒരു പരാതിയുമില്ല. മാത്രമല്ല ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഈ പാടശേഖരമാണ്. പാടശേഖരം വന്ന വിളക്കുമരം വേമ്പനാട്ട് കായലൊക്കെയാണ്. അവിടെ വെള്ളം ഒട്ടും ആളുകൾക്ക് കുടിവെള്ളമില്ല. അവിടം വരെയൊക്കെ ഈ കുളത്തിൽ നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ള സ്രോതസ്സാണിത്. രാവിലെ 6:30 ഒന്നാമത്തെ മോട്ടോർ ഓൺ ചെയ്താൽ കുന്നുംപുറം പ്രദേശത്തേക്ക് വെള്ളമെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് വാലേക്കടവിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. വേനൽ വരുമ്പം എല്ലാവർക്കും കിട്ടാറില്ല. അല്ലാത്ത സമയങ്ങളിൽ ഈ പറഞ്ഞ 250 വീടുകളിലും വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും പറ്റിയിട്ടില്ല. ഇപ്പം ഇവിടെ കണ്ടല്ലോ, ഇപ്പം ഈ കടുത്ത വേനലിലും ഇത്രയും വെള്ളമുള്ളൊരു അടുത്ത സ്ഥലങ്ങളിലെങ്ങും കാണുകയില്ല. രാവിലെയും വൈകിട്ടും വെള്ളം പമ്പ് ചെയ്യാൻ തങ്കമ്മ എന്ന വീട്ടമ്മയെ വാർഡ് തല സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കും കൃത്യമായ പണം നൽകിയാണ് കമല നീരാഴി ഇന്നും നാട്ടിലെ 1ാം തരം ജലവിതരണ സംവിധാനമായി പ്രവർത്തിക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പൂർണ്ണമാകുന്നു വാർത്തകൾ വിശദമായി. നമസ്കാരം.